ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് 30 ഡേയ്സ് വെയിറ്റ് ഗെയിൻ ഡയറ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് ഞാൻ എണീറ്റ് മുഖമൊക്കെ കഴുകി ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് അതിന് ശേഷം കുടിക്കാനുള്ള വെള്ളമെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ആ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡയറ്റിലാണെങ്കിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം, അതെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ വെയിറ്റ് രാവിലെ ഒന്ന് നോക്കി 77.4 ആയിരുന്നു. ഞാനൊരു 82 തൊട്ട് 85 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ. പിന്നെ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചന്തയിൽ പോയി വീട്ടിലേക്ക് മീനൊന്ന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ തേടുണ്ടായിരുന്നു, തേട് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ നേരെ ജിമ്മിന് പോയി. ജിമ്മിൽ ഞാൻ ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പാണ് ചെന്നത്, തല കാണിച്ചത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മടിയും ഉണ്ടായിരുന്നു, മടിയായിട്ട് ഞാൻ വിട്ടിരുന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി എല്ലാം ഒന്ന് ബോഡി മൊത്തം ഒന്ന് ഇളക്കി വാമപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വിയർക്കെ വാമപ്പ് ചെയ്തിട്ടുണ്ട്, പുഷപ്പും എല്ലാം ചെയ്തിട്ടുണ്ട്, കാർഡിയാക്ക് എല്ലാം ചെയ്തു. പിന്നെ ഡമ്പലെല്ലാം എടുത്തൊന്ന് ബൈസെപ്സ് ഒന്നൊക്കെ ഒന്ന് ഉടച്ച് എല്ലാ മെഷീനും ഞാൻ കയറി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എന്നിട്ട് അവസാനം ഒന്ന് ബോഡി ഒന്ന് ഞാൻ ഷർട്ട് ഊരി ഒന്ന് ചെക്ക് ചെയ്തതാണ്. കുറേ മാറ്റം വന്ന്. കാരണം കുറേ ജങ്ക് ഫുഡൊക്കെ അടിച്ചതോ വയറൊക്കെ നല്ല ചാടി കിടക്കുകയാണ്. ഇനി ഒന്നേന്ന് പറഞ്ഞ് കുറയ്ക്കണം. അപ്പോൾ നല്ല വെള്ളം കുടിക്കുക, ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ രാവിലെ ഞാൻ കഴിച്ചതെന്ന് തന്നെ 3 ഇടിയപ്പമായിരുന്നു, പിന്നെ കടലക്കറിയായിരുന്നു. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞാൻ 3 മുട്ടയും അതേപോലെ 2 ഏത്തക്കയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ലോട്ടറിയുടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും നോക്കാനൊക്കെ ആയിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയാണ്. അപ്പം അത് പോകുന്നതിന് മുമ്പ് ഞാനൊരു സൺസ്ക്രീൻ ഇട്ടതാണ്. കാര്യം ഈ വെയിലത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാതെ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മുമ്പ് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, സ്കിന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട്, ചായ എനിക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ചോറും മീൻകറിയും അവിയലും അതേപോലെ സലാഡും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും അത് ഇത്രയും കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈഫ് വിളക്ക് കത്തിച്ചായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും അവൾ എനിക്ക് ഒരു ബുൾസയും കുറച്ച് ബദാമും തണ്ണിമത്തനും കട്ട് ചെയ്തുകൊണ്ട് വന്നു. ഞാനത് വെളിയിലിരുന്ന് ഒരു ചാരു കസേരയുണ്ട്, അപ്പോൾ അതിലിരുന്നുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഒരു 4 ദോശയും അതേപോലെ തന്നെ അവിയലും മീൻകറിയുമായിരുന്നു കഴിച്ചത്. അപ്പോൾ നാളെ കാണാം, ബൈ.